السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ സാദുൽ മആദ് എന്ന കിതാബിൻ്റെ മുഖ്തസർ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇഖ്തിസാർ ചെയ്തിട്ടുള്ള കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സകാത്തുമായി ബന്ധപ്പെട്ട മാതൃകകളും നിർദ്ദേശങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സകാത്തിൽ ഓരോ ഇനങ്ങൾക്കും 4 ഇനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളതും അത് നൽകേണ്ട രീതികളെല്ലാം പറയുന്നതിൽ ഒന്നാമത്തേത് ധാന്യങ്ങളും അതുപോലെ തന്നെ കായ്ക്കനികൾ, അതിൽ ഈത്തപ്പഴവും മുന്തിരിയും, അതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അവർ കൃഷി ചെയ്യുന്ന രീതി അനുസരിച്ച് 10-1 നൽകേണ്ടവരുണ്ട്, 20-1 നൽകേണ്ടവരുണ്ട്, 40-1 നൽകേണ്ടവരുണ്ട്, നൽകേണ്ട ശതമാനം, അങ്ങനെയെല്ലാം പറഞ്ഞു. അതിനുശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് സുമ്മ ഇന്നഹു ലമ്മാ കാന ലാ യഹ്തമിലു കുല്ലു മാലിൻ അൽ മുവാസാത്ത്, എല്ലാ സമ്പത്തിനും ഈ സക്കാത്ത് നൽകണം എന്നുള്ളത് നിശ്ചയിച്ചിട്ടില്ല. ജഅല ലിൽ മാലി അല്ലദീ തഹ്തമിലുഹു അൽ മുവാസാത്തു നുസുബൻ മുഖദ്ദറതൻ അൽ മുവാസാത്തു ഫീഹാ, സക്കാത്ത് നൽകേണ്ട, മുവാസാത്ത് പറഞ്ഞാൽ നൽകേണ്ട സക്കാത്ത് സദഖ എന്നുള്ള അർത്ഥത്തിൽ നൽകേണ്ടതായിട്ടുള്ള വസ്തുക്കൾക്ക് കൃത്യമായ അളവും കാര്യങ്ങളുമെല്ലാം ഇനവുമെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ലാ തുജ്ഹിഫു ബി അർബാബിൽ അംവാൽ, അതൊരിക്കലും സക്കാത്ത് നൽകുന്ന ആ സമ്പത്തിൻ്റെ ഉടമസ്ഥനെ ബുദ്ധിമുട്ടിക്കാത്തതും അവന് ഞെരുക്കമുണ്ടാക്കാത്തതും, വതഖഉ മൗഖിഅഹ മിനൽ മസാക്കീൻ, എന്നാൽ ദരിദ്രർക്ക് ആവശ്യമായ രീതിയിലുള്ള അളവിലാണ് സക്കാത്തിൻ്റെ ഇനം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഓരോ ഇനത്തിലും സക്കാത്തിൻ്റെ അളവ് പറഞ്ഞത് ചുരുക്കിയെന്ന് പറയുകയാണ്. ഫജഅല ലിൽ വരിഖി 200 ദിർഹമിൻ, വെള്ളിക്ക് 200 ദിർഹം ഉണ്ടെങ്കിലാണ് വെള്ളി സക്കാത്ത് നൽകേണ്ടത്. ദിർഹം എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളി നാണയമാണ്. അതിൽ 200 ദിർഹം ഉണ്ടെങ്കിലാണ് സക്കാത്ത് വെള്ളിക്ക് നിർബന്ധമാവുകയുള്ളൂ. ഏകദേശം നമ്മുടെ ഇന്നത്തെ ഗ്രാമിൻ്റെ കണക്കിൽ 595ഓളം ഗ്രാം വെള്ളി ഉണ്ടെങ്കിലാണ് അതിന് സക്കാത്ത് നൽകേണ്ടത്. അതിൻ്റെ 40-1 അഥവാ 2%. വലിദ്ദഹബി 20 മിത്കാലൻ, സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം 20 മിത്കാൽ അഥവാ ഗ്രാമിൻ്റെ കണക്കിൽ 85 ഗ്രാം സ്വർണം ഉണ്ടെങ്കിലാണ് സ്വർണത്തിന് സക്കാത്ത് നൽകേണ്ടത്, നിർബന്ധമാകുന്നത്. അതിൽ കുറവാണ് എങ്കിൽ അത് നിർബന്ധമല്ല, ഐച്ഛികമായിട്ട് അവർക്ക് വേണമെങ്കിൽ നൽകാമെന്ന് മാത്രം. നിർബന്ധമായി നൽകേണ്ടത് 85 ഗ്രാം സ്വർണം, അഥവാ അതാണ് 20 മിത്കാലിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ കണക്ക്, അതിൻ്റെ 2.5%. ഇനി അത്രത്തോളം പണമാണെങ്കിലും അതിൻ്റെ 2.5%മാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വജഅല ലിൽ ഹുബൂബി വസിമാരി 5 ഔസുഖിൻ, ധാന്യങ്ങൾക്കും അതുപോലെ തന്നെ കായ്കനികൾ അത് ഉൾക്കൊള്ളുന്നത് ഈത്തപ്പഴവും ഉണക്കമുന്തിരിയുമെല്ലാം, അതിന് കൊടുക്കേണ്ടത് 5 ഔസുഖ് ഉണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത്. 5 ഔസുഖ് എന്ന് പറഞ്ഞാൽ ഒരു ഔസുഖ് 60 സാ ആണ്. അപ്പോൾ 5 ഔസുഖ് 300 സാ. 300 സാ ഏകദേശം 750 കിലോഗ്രാമാണ് വരിക. അത്രയും ഉണ്ടെങ്കിലാണ് അത് കൃഷി ചെയ്ത രീതി അനുസരിച്ച് അതിൻ്റെ 10-1, 20-1, 40-1 കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതുപോലെ നൽകേണ്ടത്. അതിന് താഴെ ഉണ്ടെങ്കിൽ എന്തില്ല, സക്കാത്ത് നിർബന്ധമാകുന്നില്ല. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിന് അഥവാ ദീനിൽ സക്കാത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ലഭിക്കുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അളവിലാണ് സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളതും. വഹിയ 5 അഹ്മാലിൻ മിൻ അഹ്മാലി ഇബ്ലിൽ അറബ്, ഇനി എത്രയാണ് ഈ 5 ഔസുഖ് എന്ന് അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറബികളുടെ ഇടയിലുള്ള ഒരു ഒട്ടകം, അതിൻ്റെ 5 ഒട്ടകത്തിന് താങ്ങാൻ പറ്റുന്ന ഏറ്റാൻ പറ്റുന്ന ചരക്കുകളാണ്
5 ഔസുഖ എന്ന് പറയുന്നത്. വലിൽ ഖനമി 40 ഷാത്തൻ. ഇനി ആടുകളുടെ ഇനങ്ങളിലാണെങ്കിൽ 60 ആടുകൾ ഉണ്ടാകുമ്പോഴാണ് 40 ആടുകൾ ഉണ്ടാകുമ്പോഴാണ് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. വലിൽ ബഖരി 30 ബഖറത്തൻ. പശുവാണെങ്കിൽ അത് 30 പശുക്കൾ ഉണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. വലിൽ ഇബിലി 5. ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകമുണ്ടെങ്കിലേ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അപ്പോൾ എല്ലാ സമ്പത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിൽ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. ഓരോന്നിനും കണക്കും അത് നൽകേണ്ട അളവും ഇനിയിപ്പോൾ നൽകേണ്ട ഇനവുമുണ്ട്. ഇത് പറയാണ് ലാകിൻ ലമ്മാ കാന നിസാബുഹാ ലാ യഹ്തമിലുൽ മുവാസാത മിൻ ജിൻസിഹി. ഇനി ഈ കന്നുകാലികളുടെ വിഷയത്തിൽ ഇപ്പോൾ പശുവിൻ്റെയോ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെയോ വിഷയം പറഞ്ഞു. ഒരു ഒട്ടകത്തിനെ തന്നെ കൊടുക്കണമെന്നില്ല, അതിന് ചില ഇനവും നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഔജബ ഫീഹാ ഷാത്തൻ. ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ 5 ഒട്ടകമുണ്ടെങ്കിൽ ആടിനെ നൽകലാണ് നിർബന്ധമായിട്ട്. ഒരു ആടിനെയാണ് നൽകേണ്ടത്. ഫൈദ തകററത്തിൽ 5 മറാത്തിൻ. അങ്ങനെ 5 എന്നുള്ളത് 5 തവണ വന്നാൽ, അഥവാ 5 ഒട്ടകമുണ്ടെങ്കിൽ ഒരാട്, പിന്നെ 5 എണ്ണമെങ്കിൽ 2 ആട്, അങ്ങനെ 25 എണ്ണമായി കഴിഞ്ഞാൽ വസാറത്ത് 25 25 ആയി കഴിഞ്ഞാൽ ഇഹ്തമല നിസാബുഹ വാഹിദൻ മിൻഹ. ആ ഒട്ടകത്തിൻ്റെ ഇനത്തിൽ പിന്നെ ഒരു ഒട്ടകത്തിനെയാണ് കൊടുക്കേണ്ടത്. അതായത് കന്നുകാലിൻ്റെ സക്കാത്തിൻ്റെ വിഷയത്തിൽ എണ്ണം അനുസരിച്ച്, എണ്ണം മാറുന്നതിന് അനുസരിച്ചിട്ട് കൊടുക്കേണ്ട ജീവിയും ഇനവും എല്ലാം മാറുന്നുണ്ട്. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ ഒട്ടകം തന്നെ 5 എണ്ണത്തിന് ഒരു ആടിന് കൊടുത്താൽ മതി. പിന്നെ 5 കൂടി വന്ന് 25 ആകുമ്പോൾ പിന്നെ ഒരു ഒട്ടകത്തെ കൊടുക്കണം. ഇനി ആ ഒട്ടകത്തെ കൊടുക്കുന്നത് തന്നെ ഒരേപോലെയല്ല, പിന്നീട് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് അത് മാറുന്ന രീതിയുണ്ട്. ثم إنه لما قدر السن هذا الواجب في الزيادة والنقصان. ഈ 25 കൂടുന്നതിനനുസരിച്ച് ഒട്ടകത്തിൻ്റെ വയസ്സിലും, സക്കാത്ത് നൽകേണ്ട ഒട്ടകത്തിൻ്റെ വയസ്സിലും മാറ്റം വരുന്നുണ്ട്. ബിഹസബി കസ്റത്തിൽ ഇബിലി വഖില്ലതിഹ മിൻ ഇബ്നി മഖാദിൻ വബിൻതി മഖാദിൻ. അതിങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് ഓരോ കണക്കുണ്ട്. ആ കൃത്യമായി കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു വയസ്സുള്ള ഒട്ടകത്തിൻ്റെ, ഈ ഇബ്നു മഖാദ് ബിൻതി മഖാദ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തികഞ്ഞിട്ടുള്ള ആണൊട്ടകമോ പെണ്ണൊട്ടകമോ. ഇനി അതിലും കൂടിക്കഴിഞ്ഞാൽ വഫൗഖഹു, അതിലും എണ്ണം കൂടുമ്പോൾ ഇബ്നു ലബൂനിൻ വബിൻതു ലബൂനിൻ, ഒരു 2 വയസ്സായ ആണോ പെണ്ണോ ആയിട്ടുള്ള ഒട്ടകത്തിന്. വഫൗഖഹു അൽ ഹിഖ്ഖു വൽ ഹിഖ്ഖത്തു, അതിലും കൂടുതലായാൽ 3 പ്രായമെത്തിയിട്ടുള്ള ആണൊട്ടകമോ പെണ്ണൊട്ടകമോ. വഫൗഖഹു അൽ ജദ്ഉ വൽ ജസ്അതു, അതിലും എണ്ണം കൂടുമ്പോൾ 4 വയസ്സുള്ള ആണൊട്ടകമോ പെണ്ണൊട്ടകമോ കൊടുക്കണം. വകുല്ലമാ കസുറത്തിൽ ഇബിലു, ഒട്ടകത്തിൻ്റെ എണ്ണം ഒരാൾക്ക് കൂടുന്നതിനനുസരിച്ച് 100, 200, 300 അങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് സാദ സിന്നു, കൊടുക്കേണ്ട ഒട്ടകത്തിൻ്റെ പ്രായത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ഇലാ അയ്യസില സിന്നു ഇലാ മുൻതഹ, ഏറ്റവും ഒരു ഒട്ടകത്തിനെത്തുന്ന പ്രായം എത്രയാണോ അതെത്തുന്നത് വരെ ഈ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എണ്ണത്തിലും നൽകേണ്ട ഒട്ടകത്തിൻ്റെ എണ്ണത്തിലും പ്രായത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അത് ഒരു വിശാലമായിട്ടുള്ള കാര്യമാണ് ഈ കന്നുകാലികളുടെ സക്കാത്ത് എന്നുള്ളത്. അത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ സക്കാത്തിൻ്റെ ദർസിൽ മാത്രമായിട്ട് വിശദമായി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. فحينئذ جعل زيادة عدد الواجب في مقابلة زيادة عدد المال. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സമ്പത്തിൻ്റെ അളവ് അഥവാ കന്നുകാലികളിൽ പ്രത്യേകിച്ച് അത് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നൽകേണ്ട ഇനത്തിലും എണ്ണത്തിലുമെല്ലാം കൂടുന്നത്. فاقتضت حكمته أن جعل في الأموال قدرا يحتمل المواساة. അതുകൊണ്ട് തന്നെ നൽകേണ്ട സക്കാത്ത് നൽകേണ്ട അളവിലും കാര്യത്തിലുമെല്ലാം കൃത്യമായ ഒരു ഹിക്മത്ത് ദീനിലുണ്ട്. വലാ യുജ്ഹിഫു ബിഹാ, അത് നൽകുന്നവൻ അതിൻ്റെ മേലെ ബുദ്ധിമുട്ടില്ലാത്ത, ഞെരുക്കമില്ലാത്ത അവസ്ഥയിൽ. വയക്ഫി അൽ മസാക്കീൻ, അത് ലഭിക്കുന്ന ദരിദ്രർക്ക് ആവശ്യമായ രീതിയിലും. ഇപ്പോൾ 5 ഒട്ടകമുള്ള ഒരാൾക്ക് ഒരൊട്ടകം സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് വലിയൊരു അളവ് അവൻ്റെ 5-1 അവൻ്റെ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാവുക. എന്നാൽ അവിടെ ആടിനെ കൊടുത്താൽ മതി. അങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ആ സമ്പത്തിൻ്റെ വർധനമനുസരിച്ച് മാത്രമേ ദീനിൽ എന്ത് പറഞ്ഞിട്ടുള്ളൂ, സക്കാത്തിൻ്റെ കാര്യം അത് അളവിലും അത് ഇനത്തിലും എല്ലാം പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് ഹിക്മത്തോടു കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് പറയാണ് ഫവഖഅ അദ്ദുൽമു മിനത്തായിഫതൈൻ. ഇനി ഈ നൽകുന്ന ആളുകളിൽ നിന്നും വാങ്ങുന്ന ആളുകളിൽ നിന്നും ദുൽമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ഖനിയു ബിമൻഇ മാ വുജിബ അലൈഹി,
സമ്പന്നൻ അവൻ്റെ മേലെ നിർബന്ധമായത് നൽകാതിരിക്കുമ്പോൾ അവൻ ദുൽമ ചെയ്തവനാകുന്നു. വൽ ആഖിദു ബി അഖ്ദിഹി മാ ലാ യസ്തഹിഖുഹു, വാങ്ങുന്നവൻ അവന് അവകാശമില്ലാതെ വാങ്ങുന്നവനായാൽ, അല്ലെങ്കിൽ അവൻ്റെ അവകാശത്തിനപ്പുറത്തേക്ക് വാങ്ങുന്നവനായി കഴിഞ്ഞാൽ അവനും ദുൽമ ചെയ്തവനാകുന്നു. ഫതവല്ലദ മിൻ ബൈനി ത്വാഇഫതൈനി ളററുൻ അദീമുൻ അലൽ മസാകീൻ. അപ്പോൾ നൽകുന്ന ആളുകൾ നൽകാതിരുന്നാലും വാങ്ങുന്ന ആളുകൾ അവകാശമില്ലാതെ, ഇപ്പോൾ സക്കാത്തിന് അവകാശിയല്ലാത്തവൻ അത് വാങ്ങുന്ന അവസ്ഥയിലും എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ദരിദ്രരായ ആളുകൾക്ക് മേലെ ദുൽമ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാൻ. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മഹാസിനുകളിൽ, മേന്മകളിൽ, നന്മകളിൽ എടുത്തു പറയേണ്ട, ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന മഹത്വമുള്ളൊരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. അത്രയും കൃത്യമായി, അത്രയും ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല തവല്ല ഖിസ്മത സദഖതി ബിനഫ്സിഹി. ഇനി ഈ സക്കാത്ത് നിർബന്ധമാക്കിയെന്ന് മാത്രമല്ല, എങ്ങനെയാണത് നൽകേണ്ടത്, ആർക്കാണത് നൽകേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വജസ്സഅഹാ സമാനിയത അജ്സാഇൻ, 8 കൂട്ടം ആളുകൾക്കാണ് ആ സക്കാത്ത് നൽകേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതനുസരിച്ചിട്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, യജ്മഉഹാ സിൻഫാൻ, ആ 8 കൂട്ടരെ 2 ഗ്രൂപ്പുകളിലാക്കി നമുക്ക് മാറ്റാം. പറഞ്ഞിട്ടുള്ള 8 ആളുകളെ 2 ഗ്രൂപ്പുകളാക്കി നമുക്ക് മനസ്സിലാക്കാം. അഹദുഹുമ, അതിൽ ഒന്നാമത്തേത്, മൻ യഖുദു ലിഹാജത്തിൻ, സക്കാത്ത് അവനൊരു ആവശ്യമെന്നോണം, അവൻ ആവശ്യക്കാരനായതുകൊണ്ട് സക്കാത്ത് വാങ്ങുന്ന ആളുകൾ, അതിൻ്റെ അവകാശിയായ ആളുകൾ. എന്താണ്? ഫയഖുദു ബിഹസബി ശിദ്ദത്തിൽ ഹാജത്തി വദഅഫിഹാ, അവൻ എത്രയാണോ ആവശ്യം, അവൻ്റെ ഞെരുക്കം എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സക്കാത്തിന് അർഹനായിട്ടുള്ളത്. ആരാണത്? വകസ്റത്തിഹ വഖില്ലത്തിഹ, അവൻ്റെ ആവശ്യം എങ്ങനെയാണോ അത് പരിഗണിച്ചിട്ട്. അതാരാണ്? വഹുമുൽ ഫുഖറാ, ഫഖീറുകളാണ്. വൽ മസാക്കീൻ, ദരിദ്രർ. ഫക്കീർ മസാക്കീൻ രണ്ടും ദരിദ്രരാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആളുകൾ, മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആവശ്യത്തിന് വരുമാനം തികയാത്ത ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമാണ്, ആ സക്കാത്ത് ആവശ്യമായിട്ടുള്ള ആളുകളാണ്. വഫിർ റിഖാബ്, അടിമമോചനത്തിന്, ഇപ്പോൾ അടിമ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് സ്വയം യജമാനന് കൊടുത്ത് അതിന് മോചിതനാകാൻ. വബ്നി സബീൽ, ഒരു വേറൊരു നാട്ടിൽ നിന്ന് യാത്രക്കാരനായിട്ട് വേറൊരു നാട്ടിൽ വന്നിട്ടുള്ള അയാൾക്ക് പണം ആവശ്യമാണ്. അയാളുടെ നാട്ടിൽ എത്ര സമ്പന്നനാണെങ്കിലും വേറൊരു നാട്ടിലെത്തിയിട്ട് അയാളിൽ പണമില്ല എങ്കിൽ അയാൾ സക്കാത്തിന് അർഹനാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 ആളുകൾ, ഫുഖറാക്കൾ, മിസ്കീനുകൾ, അടിമമോചനത്തിന് അടിമകൾ, അതുപോലെ തന്നെ വഴിയാത്രക്കാർ, ഇവർ അവരുടെ ആവശ്യം കാരണത്താലാണ് സക്കാത്തിൻ്റെ അർഹരായിട്ടുള്ളത്. കാരണം അവർ ആവശ്യക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ ഇനം, 8ലെ ബാക്കി 4 എണ്ണം, മൻ യഖുദു ലിമൻഫഅതിഹി, ആ സക്കാത്തിന് അവർ അവകാശികളാകുന്നത്, അവർ സക്കാത്ത് വാങ്ങുന്നത് കൊണ്ട് മൊത്തം മുസ്ലിം ഉമ്മത്തിന് തന്നെ അതുകൊണ്ട് ഉപകാരമുണ്ടാകും. അവർ സക്കാത്ത് വാങ്ങുന്നത് കൊണ്ട് മൊത്തത്തിൽ ആളുകൾക്ക് ഉപകാരമുണ്ടാകും. വഹുമുൽ ആമിലൂന അലൈഹ, ആരൊക്കെയാണത്? അതിലൊന്നാമത്തെ ആളുകൾ സക്കാത്തിൻ്റെ സമ്പത്ത് പിരിക്കാനും അത് വീതിക്കാനും അത് സൂക്ഷിക്കാനും അത് നൽകാനുമെല്ലാം അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പൊതുവായിട്ടുള്ള നന്മയാണ്. അതുകൊണ്ട് അവർ അതിൽ അവകാശികളാകുന്നു. വൽ മുഅല്ലഫതു ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് അടുത്തിട്ടുള്ള, കൽബ് അടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയുള്ള അങ്ങനെ നിൽക്കുന്ന അവിശ്വാസികൾ, അമുസ്ലിമീങ്ങൾ, അവർക്ക് സക്കാത്ത് കൊടുക്കാം. അത് മുഖേന ഇസ്ലാമിന് എന്താണ്? ഖുവ്വത്തുണ്ടാകുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, പൊതുവായിട്ടുള്ള നന്മയാണ്. വൽ ഗാരിമൂൻ ലിഇസ്ലാഹി ദാത്തിൽ ബൈൻ, കടബാധ്യതയുള്ള ആളുകൾക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് പൊതുവായിട്ട് നന്മ ഉണ്ടാകുന്നത്? ലിഇസ്ലാഹി ദാത്തിൽ ബൈൻ, തീർച്ചയായിട്ടും ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവൻ ആ കടം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ എന്തുണ്ടാവും? പരസ്പരം ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരസ്പരമുള്ള ബന്ധം, മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നാവും. ഒരു കടബാധ്യതന് സക്കാത്ത് കൊടുത്ത് അവൻ കടം വീട്ടുമ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഒഴിവായി നല്ലൊരു ബന്ധത്തിലൂടെ ആ സമൂഹം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവായിട്ടുള്ളൊരു നന്മയാണത്. അടുത്തത്, വൽ ഗുസാതു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന പോരാളികൾ. സ്വാഭാവികമായിട്ടും മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഉപകരിക്കുന്ന കാര്യമാണത്.
അപ്പോൾ ഈ 8 കൂട്ടരാണ് സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിൻ്റെ അവകാശികളായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനെ രണ്ടിനമാക്കി തിരിച്ചു. ഒന്ന്, അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അർഹരായിട്ടുള്ളവർ, ദരിദ്രർ, അതുപോലെ അടിമകൾ, വഴിയാത്രക്കാർ. പൊതുവായിട്ടുള്ള ഒരു നന്മക്ക് കാരണമാകുന്ന സക്കാത്തിൻ്റെ അവകാശികളാണ് അതിനുവേണ്ടി പണിയെടുക്കുന്നവർ, ഇസ്ലാമിലേക്ക് അടുത്ത് നിൽക്കുന്നവർ, കടബാധിതർ, അതുപോലെ തന്നെ യുദ്ധത്തിന് പുറപ്പെടുന്നവർ. ഇവർക്കാണ് സക്കാത്ത് നൽകേണ്ടത്. ഇവരാണ് സക്കാത്തിൻ്റെ അവകാശികൾ. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ കൃത്യമായ കണക്കനുസരിച്ച് കൊടുക്കണം, അതിൻ്റെ അവകാശികൾക്കും നൽകണം. ഫഇൻ ലം യകുനിൽ ആഖിദു മുഹ്താജൻ, ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കൂട്ടർ ആവശ്യക്കാരാണ്, ഹാജത്തുള്ളവനാണ്. ഇനി അങ്ങനത്തെ ഇല്ലാത്ത രണ്ടാമത്തെ കൂട്ടരാകുമ്പോൾ വലാ മൻഫഅത ഫീഹി ലിൽ മുസ്ലിമീൻ, അങ്ങനെയല്ല, പിന്നെ ആവശ്യക്കാരന് സക്കാത്തിൻ്റെ അവകാശിയായിട്ടുള്ള ആള് അല്ലെങ്കിൽ വാങ്ങുന്ന ആള് ആ സക്കാത്തിന് ആവശ്യക്കാരനല്ല എങ്കിൽ, ഇപ്പോൾ ഒരാൾ സക്കാത്തിൻ്റെ പണം വാങ്ങുകയാണ്, എന്നാൽ അയാൾ ഈ 8 വിഭാഗത്തിലും പെടുന്നില്ല, അയാൾക്കത് ആവശ്യമില്ല, പക്ഷേ അയാളത് വാങ്ങുകയാണെങ്കിൽ വലാ മൻഫഅത ഫീഹി ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ടൊരു നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. ഫലാ സഹ്മ ലഹു ഫി സക്കാത്ത്, അവന് സക്കാത്തിൽ നിന്ന് ഒരു ഓഹരിയുമില്ല, അവൻ അതിന് അർഹനല്ല എന്ന്. അതായത് ഒന്നെങ്കിൽ അവൻ ആവശ്യക്കാരനാവണം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പൊതു നന്മയായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വരണം. ഇത് രണ്ടിനുമില്ല എങ്കിൽ അവൻ സക്കാത്തിന് അവകാശിയല്ല എന്നാണ് പറയുന്നത്. അടുത്ത ഫസ്ൽ സക്കാത്തുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലുൻ ഫീ മൻ യുഅത അസ്സദഖത, ആർക്കാണ് സ്വതക്ക നൽകപ്പെട്ടിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് സ്വതക്ക നൽകിയിരുന്നത്, അല്ലെങ്കിൽ നൽകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്ന രീതികൾ, കാര്യങ്ങൾ എന്നിവയാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അലിമ മിനർ റജുലി അന്നഹു മിൻ അഹ്ലിഹാ അഅതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് അയാൾ സക്കാത്തിന് അവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞാൽ അവിടുന്ന് അയാൾക്ക് സക്കാത്ത് നൽകുമായിരുന്നു. വഇൻ സഅലഹു മിൻഹാ മൻ ലാ യഅരിഫു ഹാലഹു, ഇനി ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങോട്ട് വന്ന് സക്കാത്തിൽ നിന്ന് ചോദിക്കുകയാണ്, അയാളുടെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ സക്കാത്തിന് ചോദിച്ചു, അങ്ങനെ വന്നാൽ അഅതാഹു ബഅദ അൻ യുഖ്ബിറഹു, അവർക്ക് നൽകും. എന്തിനു ശേഷം? അവരെ അറിയിക്കും, അന്നഹു ലാ ഹദ്ദ ഫീഹാ ലിഗനിയിൻ, സമ്പന്നനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സക്കാത്തിൽ അവകാശമില്ല. വലാ ലിഖവിയ്യിൻ മുക്തസിബിൻ, എന്നാൽ ആരോഗ്യവാനായിട്ടുള്ള സമ്പാദിക്കാൻ കഴിവുള്ള ഒരാൾ, സമ്പാദിക്കാതെ മടി പിടിച്ച് ജോലിക്കൊന്നും പോകാതിരിക്കുന്ന ഒരാളായിട്ടാണ് വരുന്നതെങ്കിൽ അയാൾക്കും ഇതിന് അവകാശമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതിന് ശേഷം ചോദിച്ചു വരുന്ന ആൾക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുമ്പോൾ കാണിച്ചിരുന്ന രീതിയാണ്. ഇത് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ സക്കാത്തിന് അവകാശമായിട്ട് രണ്ടാളുകൾ വന്നപ്പോൾ, നിങ്ങൾ സമ്പന്നരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അവകാശിയല്ല, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിട്ട ഹദീസുകളിൽ കാണാം. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി സക്കാത്ത് വീതിക്കുന്നതിൽ ഒരു ഭരണാധികാരി എന്ന നിലക്ക് സക്കാത്ത് ആളുകളിൽ നിന്ന് പിന്നെ ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്യാറുള്ളത്, അത് വീതിച്ച് നൽകാറുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ചില മാതൃകകളാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക തഫ്രീഖുഹ അലൽ മുസ്തഹിഖീന ഫി ബലദിൽ മാൽ, ഏത് നാട്ടിൽ നിന്നാണോ സക്കാത്തിൻ്റെ സമ്പത്ത് വാങ്ങിയിട്ടുള്ളത്, ലഭിച്ചിട്ടുള്ളത്, ആ നാട്ടിലുള്ള ആളുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സക്കാത്തിൻ്റെ പണം വീതിച്ച് നൽകാറുമുള്ളത്. വേറൊരു നാട്ടിലേക്കല്ല കൊടുത്തേക്കുക, അതേ നാട്ടിൽ. കാരണം ആ നാട്ടിലെ ദരിദ്രർക്ക് അത് ലഭിച്ചാലാണ് ആ സമൂഹം, ആ നാട് ആ സാമ്പത്തിക വിഷയത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിലായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു നാട്ടിൽ നിന്നാണോ സക്കാത്ത് വാങ്ങിയിട്ടുള്ളത് അവിടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാറുമുള്ളത്. വമാ ഫളല അൻഹും മിൻഹാ ഹുമില ഇലൈഹി ഫഫറഖഹു, ഇനി ഒരു നാട്ടിൽ ഈ സക്കാത്തിൻ്റെ അവകാശികൾ ഇല്ല എങ്കിൽ, ഇപ്പോൾ സക്കാത്ത് വാങ്ങി അത് കൊടുക്കാൻ നോക്കുമ്പോൾ കൊടുക്കാൻ ആരുമില്ല എങ്കിൽ, അങ്ങനെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ അതിനാവശ്യക്കാരായിട്ടുള്ള ആളുകളുള്ള നാടുകളിലേക്ക് വീതിച്ചു നൽകും. വകദാലിക കാന യബ്അസു സുആതഹു ഇലൽ ബവാദി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സക്കാത്ത് പിരിക്കാനുള്ള ആളുകൾ, അതാണ് സുആത്ത് എന്ന് പറയുന്നത്, അതുമായി ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അയക്കുമായിരുന്നു. അഥവാ കന്നുകാലികളും കൃഷിയുമെല്ലാം ധാരാളം നടക്കുന്ന, കന്നുകാലികളെ വളർത്തുന്ന, കൃഷി നടത്തുന്ന ആളുകളിലേക്ക്. വലം യക്കുൻ യബ്അസുഹും ഇലൽ ഖുറ, പട്ടണത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് അങ്ങനെ അയക്കാറില്ല. കാരണം അവരേൽ എന്തില്ല, ഈ കൃഷി ഇതൊന്നും കണക്ക് നോക്കി നൽകേണ്ടി വരില്ല.
സമ്പത്തിൻ്റെ കാര്യത്തിലാണ് കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ കൃഷിയും മറ്റും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഗ്രാമങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അയക്കാറുണ്ടായിരുന്നു. ബൽ അമറ മുആദൻ, പക്ഷേ മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയ്യഖുദഹ മിൻ അഹ്ലിൽ യമൻ, യമൻകാരിലേക്ക് അയക്കുമ്പോൾ അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കാനും വയുഅതിയഹ ഫുഖറാഅഹും, അവരിലെ ദരിദ്രർക്ക് നൽകാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അഥവാ പൊതുവെ കൃഷിയും കന്നുകാലികളുമുള്ള ആളുകളിലേക്കാണ് സക്കാത്തിൻ്റെ കണക്ക് നോക്കി വാങ്ങാനും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ നിയോഗിക്കാറുള്ളത്. പക്ഷേ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അവരുടെ ആളുകളിൽ നിന്ന് പൊതുവായിട്ടും സക്കാത്ത് വാങ്ങാനും അത് സാധുക്കൾക്ക് വീതിച്ച് നൽകാനും പറഞ്ഞതായിട്ടും വന്നിട്ടുണ്ട്. വലം യകുൻ മിൻ ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യബ്അത സുആതഹു ഇല്ലാ ഇലാ അഹ്ലിൽ അംവാലി അദ്ദാഹിറ. ഇതാണ് പറഞ്ഞ വിഷയം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അയക്കുമ്പോൾ വാഹിറായിട്ട് കാണുന്ന സമ്പത്തിൻ്റെ ആളുകളിലേക്ക് മാത്രമേ ഈ ജോലിക്കാരെ അയക്കാറുണ്ടായിരുന്നുള്ളൂ. അതായത് സമ്പത്ത് സ്വർണമായിട്ടോ മറ്റോ എടുത്തു വെക്കുന്ന ആളുകൾ ഓരോ വീട്ടിൽ കയറിയിട്ട് എത്ര സമ്പത്ത് നീ എടുത്തു വെച്ചിട്ടുണ്ട്, എത്ര സ്വർണം എടുത്തു വെച്ചിട്ടുണ്ട്, അങ്ങനെ നോക്കാൻ പോവില്ല. എന്നാൽ ലാഹിറായി കാണുന്ന കൃഷി, കന്നുകാലികൾ, ഇങ്ങനെയുള്ള ആളുകളിലേക്ക് മാത്രമേ സക്കാത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാറുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയക്കാർ. ഇപ്പോൾ സക്കാത്ത് പിരിക്കും പറഞ്ഞല്ലോ, അത് കൃഷിയും കന്നുകാലികളും പോലെയുള്ള കാര്യങ്ങളിൽ നിന്നാണ്. അല്ലാതെ ഒരാൾ വ്യക്തിപരമായി ബാത്തിനായിട്ട് എടുത്തു വെക്കുന്ന സമ്പത്തിനെ കുറിച്ച് ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് സക്കാത്ത് വാങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ നിയോഗിക്കാറില്ല. മിനൽ മവാശി വസ്സർഇ വസ്സിമാർ, അതാണ് പിന്നെ കന്നുകാലികൾ, ധാന്യങ്ങൾ, അതുപോലെയുള്ള കൃഷിയുടെ കാര്യങ്ങളിലേക്കാണ് അയക്കാറുള്ളൂ. വകാന യബ്അസുൽ ഖാരിസ യഖ്റുസു അലാ അഹ്ലിൻ നഖീലി തംറ നഖീലിഹിം വഅലാ അഹ്ലിൽ ഖുറൂമി ഖുറൂമഹും. ഈ ഈന്തപ്പനയും അതുപോലെ തന്നെ മുന്തിരിയുമെല്ലാം കൃഷി നടത്തി അതിനെ എടുത്തു വെക്കുന്ന ഈ ഈത്തപ്പഴം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തൂക്കി നോക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ മുന്തിരിയും എന്ത് ചെയ്യാൻ പറ്റും, തൂക്കി നോക്കാനും പറ്റും, അത് ഉണക്കിക്കൊണ്ട് എടുത്തു വെക്കാനും പറ്റും. അങ്ങനെയുള്ള ഈ രണ്ട് പഴങ്ങൾക്ക് മാത്രമേ സക്കാത്ത് നിർബന്ധമുള്ളൂ. അപ്പം അങ്ങനെ അതിൻ്റെ കൃഷി നടത്തുന്ന ആളുകളിലേക്ക് ആളെ അയക്കുകയും അവരിൽ നിന്ന് എത്ര ഔസുഖ് കിട്ടും, എത്രയാണ് അവരുടെ വിളവെടുപ്പ് കഴിഞ്ഞാൽ വരിക എന്ന് ഏകദേശം നോക്കി പരിശോധിക്കാനും ആളെ അയക്കാറുണ്ട്. ഫയഹ്സിബു അലൈഹിം മിന സക്കാത്തി ബിഖദ്രിഹി, അങ്ങനെ വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഈന്തപ്പനയുടെയും അതുപോലെ മുന്തിരിയുടെയും കൃഷി നടത്തുന്ന ആളുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിട്ടുള്ള ഈ ആളുകൾ പോയിട്ട് ഏകദേശം കണക്ക് നോക്കിയിട്ട് എത്രയായിരിക്കും സക്കാത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടവരായി വരുമോ, അല്ലെങ്കിൽ വന്നാൽ എത്രയാണ് കൊടുക്കേണ്ടി വരിക എന്നെല്ലാം അവരെ കണക്ക് നോക്കാറുണ്ട്. വകാന യഅ്മുറുൽ ഖാരിസ് അയ്യദഅ ലഹുമുസ് സുൽസ അവി റുബ്അ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നോക്കാൻ പോകുന്ന ആളുകളോട് പറയാറുണ്ട്, അവരുടെ ഒരു 1/3 4/1 കണക്ക് കൂട്ടാതെ വിട്ടേക്കണം. അതായത് ഇപ്പോൾ ഈന്തപ്പന കൃഷിയുള്ള ഒരാൾ, അപ്പോൾ അയാൾക്ക് കുറേ തോട്ടം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ പണിക്കാരെ വിടും, സക്കാത്തുമായി ബന്ധപ്പെട്ട ആളെ വിട്ടിട്ട് അവരുടെ ഈ ഈന്തപ്പനത്തിൻ്റെ എണ്ണവും ഇതൊക്കെ നോക്കിയിട്ട് എത്ര വരും, ഏകദേശം എത്ര കണക്കിൽ അവർക്ക് ഈന്തപ്പഴം വിളവെടുത്ത് കിട്ടും, അല്ലെങ്കിൽ മുന്തിരി എത്ര കിട്ടും എന്നുള്ളത് കണക്ക് ഏകദേശം പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിടും. അങ്ങനെ ആളെ വിടുമ്പോൾ തന്നെ ഇപ്പോൾ ഈന്തപ്പനത്തിൻ്റെ എണ്ണം നോക്കുമ്പോൾ അതിൽ 1/3 4/1 ഒഴിവാക്കിയിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറയാറുണ്ട്. അതെന്തിനാണ്? ഫലാ യഖ്റുസുഹു ലിമാ യഅറു നഖീല മിനൻ നവാഇബ്, എന്തെങ്കിലും ഈ ചെടികൾക്ക് പറ്റുന്ന പ്രത്യേകം പ്രാണികളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ചില പഴങ്ങൾ എന്താവും, നശിച്ചു പോകും, ഉപകാരമില്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ചില മരങ്ങളും ചെടികളും മൊത്തത്തിൽ നശിച്ചു പോകും. അതിനെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു 1/3 4/1 ഒഴിവാക്കിയിട്ട് എത്ര വിളവ് വരുമെന്ന് നോക്കിയാൽ മതി എന്ന് പറയാറുണ്ട്. വകാന ഹാദൽ ഖർസു ലികൈ തുഹ്സ സകാത്തു ഖബ്ല അൻ തുഅക്കല സിമാറു വതഫറഖ. എന്തിനാണ് ഇങ്ങനെ നേരത്തെ ആളെ വിട്ടിട്ട് ഈ കണക്ക് നോക്കി വെക്കുന്നത്? എന്തിനാണ്? അവർ ആ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ഭക്ഷിക്കുന്നതിന് മുമ്പും അത് ആളുകൾക്ക് കച്ചവടമോ മറ്റാവശ്യങ്ങളോ ആയിട്ട് വീതിച്ച് കൊടുക്കുന്നതിന് മുമ്പും സക്കാത്ത് നൽകാൻ വേണ്ടിയിട്ടാണ്, മുൻകൂട്ടി അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി ആളെ വിടാറുള്ളത്. വലിയ തസറഫ ഫീഹ അർബാബുഹ ബിമാ ശാഉ വയദ്മനു ഖദ്റ സക്കാത്ത്, ഈ സക്കാത്തിൻ്റെ ഏകദേശം ഒരു ധാരണ അറിയാൻ വേണ്ടി. വലം യകുൻ മിൻ ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ദുഹാ മിനൽ ഖൈലി വറഖീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇല്ലാത്ത കാര്യമാണ് കുതിരയിൽ നിന്നോ
അടിമകളുടെ എണ്ണത്തിൻ്റെ പേരിലോ സക്കാത്ത് സ്വീകരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് കുറേ കുതിരയുണ്ട്, ആയിരക്കണക്കിന് കുതിര ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് എന്തില്ല? സക്കാത്തില്ല. കുതിരയുടെ മേലെ സക്കാത്തില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് കുറേ അടിമകളുണ്ട് വിചാരിക്കുക, അടിമകളുടെ എണ്ണം കൂടിയതിൻ്റെ പേരിൽ അടിമകളുടെ മേലെ സക്കാത്തില്ല. വലൽ ബിഗാൽ വലൽ ഹമീർ, അതുപോലെ കോവർ, കഴുത, ഇതിനൊന്നും എത്ര ഉണ്ടെങ്കിലും അതിനെന്തില്ല? സക്കാത്തില്ല. പലപ്പോഴും ആളുകൾക്ക് നമ്മുടെ നാടുകളിലും സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥ കാണാം. ചില ആളുകൾ വീടുണ്ട്, 2-3 കാറുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കാണാം. ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് എന്തില്ല? സക്കാത്തില്ല. എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ കച്ചവടത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ 4 ഇനങ്ങളിൽപ്പെട്ട സാധനങ്ങൾക്ക് സക്കാത്തുള്ളൂ. ഒരാൾ എത്ര വില കൂടിയ കാറ് വാങ്ങിയാലും, അത് എത്ര എണ്ണത്തിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ എത്ര വീട് അയാൾ താമസിക്കാൻ വേണ്ടി അയാൾ കച്ചവടത്തിനല്ലാതെ അയാൾ വീടുണ്ട് എങ്കിലും അതിനൊന്നും എന്തില്ല? സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല, സ്വതക്കയായിട്ട് അയാൾക്കൊന്നും കൊടുക്കാം, അയാളുടെ മേലെ നിർബന്ധമാക്കുന്നില്ല. അതുപോലെയാണ് കുതിര, അടിമകൾ, കഴുത. വലൽ ഖദ്റവാത്ത്, പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ മേലിൽ എന്തില്ല? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം പച്ചക്കറി എന്ത് ചെയ്യാൻ പറ്റൂല? എടുത്തു വെക്കാൻ പറ്റൂല. കുറേ കാലത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? പറ്റൂല, കേടന്നു പോകും. അങ്ങനത്തെ ഇത് മനസ്സിലാക്കണം. കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ, പച്ചക്കറി കച്ചവടം ചെയ്തിട്ട് പണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ പണത്തിന് സക്കാത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സക്കാത്തില്ല. വലൽ മബാത്തിഹ് വൽ മഖാസി വൽ ഫവാക്കിഹ്, തണ്ണിമത്തൻ അല്ലെങ്കിൽ മറ്റേ അതുപോലെയുള്ള പച്ചക്കറികൾ, അതുപോലെ പഴങ്ങൾ. അല്ലത്തി ലാ തുകാലു വലാ തുദ്ദഖറു, അത് അളന്നു നോക്കാനോ സ്റ്റോക്ക് ചെയ്തോ വെക്കാനോ സാധിക്കാത്ത പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒന്നും സക്കാത്തില്ല. ഇല്ല ഇനബ് വറുത്തം, അതിൽ നിന്ന് ഇട്ടിട്ടുള്ളത് മുന്തിരിയും എന്ത് മാത്രമാണ്? ഈത്തപ്പഴവും മാത്രമാണ്. ഫലം യുഫരിഖ് ബൈന റത്ബിഹി വയാബിസിഹി, ഈത്തപ്പഴം അത് പിന്നെ പഴുത്തതായിട്ട് റുത്തബായിട്ട് വന്നാണെങ്കിലും ഉണക്കി സൂക്ഷിക്കുന്നതാണെങ്കിലും രണ്ടിനും സക്കാത്ത് ഉണ്ട്, അതിൽ നിന്ന് ഒഴിവല്ല. ഈത്തപ്പഴത്തിനും മുന്തിരിക്കുമാണ് സക്കാത്തുള്ളത്. വകാന ഇദാ ജാഅ അർ-റജുലു ബിസ്സക്കാത്ത്, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ അയാളുടെ സക്കാത്തുമായി വരുന്ന സന്ദർഭത്തിൽ ഫതാറത്തൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ഫീഹി വഫീ ഇബ്ലിഹി, അല്ലാഹുവേ ഇവനിലും ഇവൻ്റെ ഒട്ടകത്തിലും നീ ബറക്കത്ത് ചൊരിയണമേ. അപ്പം ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സക്കാത്ത് ഏൽപ്പിക്കാൻ വരികയാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. വതാറത്തൻ യഖൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുവേ ഇവൻ്റെ മേലെ സ്വലാത്ത് ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അഥവാ അല്ലാഹു കാരുണ്യം ചൊരിയുന്ന ആകാശലോകത്ത് ഈ വ്യക്തിയെ പറ്റി പ്രശംസിക്കുന്ന അവസ്ഥ ഉണ്ടാകണമേ എന്ന്. വലം യകുൻ മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ദു കറായിമിൽ അംവാലി ബൽ വസതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയിൽ പെട്ടതല്ല സക്കാത്ത് ആയിക്കൊണ്ട് ഏറ്റവും മുന്തിയ സാധനങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ പിന്നെ ഈത്തപ്പഴം കൃഷി നടത്തി, അതിൽ 5 ഔസുക്കൽ കൂടുതൽ വന്നു. അപ്പോൾ അങ്ങനെ സക്കാത്ത് സ്വീകരിക്കുമ്പോൾ ഏറ്റവും മുന്തിയ ഇനം ഈത്തപ്പഴം മാത്രം സക്കാത്തായിട്ട് സ്വീകരിക്കുക, അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ആടുകളെ സക്കാത്ത് സ്വീകരിക്കുമ്പോൾ കുറേ ആടുകളുണ്ട്, അതിന് ആടുകളുടെ സക്കാത്ത് നല്ല മുന്തിയ നല്ല വില കൂടിയ അല്ലെങ്കിൽ മുന്തിയ ആടുകൾ ഉണ്ടാവുമല്ലോ, അതിനെ മാത്രം സക്കാത്തായി എടുക്കുക, അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഒരു മധ്യമത്തിലുള്ള വില കുറഞ്ഞ ഒരു ഗുണമില്ലാത്തതുമല്ല എന്നാൽ മുന്തിയതുമല്ലാത്ത ഇടനിലത്തിലുള്ള കാര്യങ്ങളെയാണ്, അത് ഈത്തപ്പഴമാവട്ടെ അതല്ലെങ്കിൽ ആടുമാടുകളാവട്ടെ എന്തിനെയാണെങ്കിലും സക്കാത്തായി സ്വീകരിക്കുന്ന രീതി ഉണ്ടായിരുന്നത്. വകാന യൻഹാ അൽ മുതസദ്ദിഖ അൻ യശ്തരിയ സദഖതഹു, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സക്കാത്തായിക്കൊണ്ട് അല്ലെങ്കിൽ സ്വതക്കയായിക്കൊണ്ടും നൽകിയ ഒരു സാധനത്തെ ആ നൽകിയവന് പിന്നീട് പണം കൊടുത്ത് വാങ്ങാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു സാധനം ഒരാൾക്ക് സക്കാത്തായിട്ട് അല്ലെങ്കിൽ സ്വതക്കയായിട്ട് നൽകി വിചാരിക്കുക, പിന്നെ നമുക്ക് തോന്നുകയാണ് ആ സാധനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അപ്പം ഇനി എന്ത് ചെയ്യാം, അയാളുടെ അടുത്ത് പണം കൊടുത്തിട്ട് വാങ്ങാം എന്നുള്ള നിലക്ക് അത് വാങ്ങാൻ അനുവദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തെ ഒരു കുതിരയെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് ആ രീതിയിൽ സദഖയായിട്ട് നൽകി. അങ്ങനെ പിന്നീട് അതിനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തോന്നി അതിനെ വാങ്ങാം, അതിനെ വില കൊടുത്ത് വാങ്ങാം, എന്തെങ്കിലും തന്നെ ഇരിക്കട്ടെ എന്ന് തോന്നി. അങ്ങനെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ
തബ്തഅഹു, നീ അത് വാങ്ങരുത്. വലാ തഉദ് ഫീ സദഖതിക്, അങ്ങനെ വാങ്ങിയാൽ നിന്റെ സദഖയായിട്ട് അതിനെ പിന്നെ പരിഗണിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. അപ്പോൾ സദഖ നൽകിയൊരു സാധനം പിന്നീട് വില കൊടുത്ത് വാങ്ങാനും പാടില്ല. അതേസമയം വകാന യുബീഹു ലിൽ ഗനി അൻ യഅകുല മിൻഹാ ഇദാ അഹ്ദാഹാ ഇലൈഹിൽ ഫഖീർ. എന്നാൽ ഒരു സമ്പന്നൻ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും നൽകി, സക്കാത്തോ സദഖയായിട്ടോ നൽകി. പിന്നെ ആ ദരിദ്രൻ അത് ഭക്ഷിക്കാൻ വേണ്ടി ഈ സമ്പന്നന് തിരിച്ചു നൽകിയാൽ, അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി അയാൾ ഇങ്ങോട്ട് എന്തെങ്കിലും നൽകിയാൽ അത് ഭക്ഷിക്കുന്നത് കൊണ്ട് തെറ്റില്ല, അത് അനുവദനീയമാണ്. അപ്പം നൽകിയ ഒരു സാധനം ഒരാൾക്ക് നമ്മളൊരു സാധനം നൽകി, ഒരു ഫക്കീറിന് എന്തെങ്കിലും കൊടുത്തു, അയാളത് ഭക്ഷിക്കാൻ വേണ്ടി തിരിച്ച് നമുക്ക് എന്തെങ്കിലും അതിന് തരികയാണെങ്കിൽ അത് ഭക്ഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതേ സമയത്ത് വില കൊടുത്ത ആ സാധനം വാങ്ങാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബരീറ റളിയല്ലാഹു അൻഹക്ക് ഒരു മാംസം എന്തോ സദഖയായിട്ട് കൊടുത്തു. അങ്ങനെ അവരത് പാകമൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കാൻ വേണ്ടി നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ അലൈഹാ സദഖത്തുൻ, അവർക്കത് സദഖയായി നൽകിയതാണ്. വഹുവ ലനാ ഹദിയ്യത്തുൻ, അവർ നമുക്കത് ഹദിയയായിട്ട് ഇങ്ങോട്ട് തന്നതാണ്. അപ്പോൾ സദഖ കൊടുത്ത സാധനം പണം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റില്ല. എന്നാൽ അവർ സ്വമേധയാ എന്തെങ്കിലും ഒരു ഹദിയയായിട്ട് നമുക്ക് ഭക്ഷിക്കാൻ മറ്റോ തരുന്നതിൽ നിന്ന്, ഭക്ഷിക്കുന്നതിൽ നിന്ന് തെറ്റില്ല. വകാന അഹ്യാനൻ യസ്തദീനു ലിമസാലിഹിൽ മുസ്ലിമീന അല സദഖതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്ക് ചില സന്ദർഭങ്ങളിൽ സക്കാത്തിൻ്റെ സ്വത്ത് വാങ്ങി വെച്ചതിൽ നിന്ന്, അത് പിന്നെ സൂക്ഷിച്ചു വെച്ചതിൽ നിന്ന് യുദ്ധസന്ദർഭം വന്ന സമയത്ത്, ഇപ്പോൾ യുദ്ധത്തിന് സക്കാത്തിൻ്റെ സ്വത്ത് ഒട്ടകങ്ങളും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്, സക്കാത്തായിട്ടുള്ള ബൈത്തുൽ മാലിലായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഒട്ടകങ്ങളുടെ ഒരു കുറവ് വന്ന സമയത്ത് സക്കാത്തിൻ്റെ മുതലായിട്ടുള്ള ഈ ഒട്ടകത്തെ കടമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ആ യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ള മസ്ലഹത്തായിക്കൊണ്ട് ആ സക്കാത്ത് ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് ഇതിന് അവകാശമില്ല, പക്ഷേ തിരിച്ച് യുദ്ധം കഴിഞ്ഞ് വന്ന് തിരിച്ച് അതിലേക്ക് തന്നെ വെക്കുമെന്ന നിലക്ക് അതിൽ നിന്ന് കടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ, വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ. വകാന യസ്മു ഇബ്ല സദഖതി ബിയദിഹി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈകൊണ്ട് തന്നെ ആ എടുക്കുന്ന ഒട്ടകത്തെ ഇത് സദഖയുടെ കൂട്ടത്തിൽ പെട്ടതാണ്, അഥവാ സക്കാത്തിൻ്റെ ഇനത്തിൽ പെട്ടതാണ് എന്ന് അടയാളപ്പെടുത്തുമായിരുന്നു. അതായത് യുദ്ധത്തിന് പോകുമ്പോൾ ഇത് സക്കാത്തിൻ്റെ നിന്ന് എടുത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുത്തെ കൈകൊണ്ട് എഴുതിയോണ്ടോ മറ്റു രീതിയിൽ അതിൽ അടയാളപ്പെടുത്തി വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതായിട്ട് കാണാം. വകാന ഇദാ അറാഹു അംറുൻ ഇസ്തസ്ലഫ സദഖത മിൻ അർബാബിഹാ കമ ഇസ്തസ്ലഫ മിനൽ അബ്ബാസ് സദഖത ആമീൻ. ചില സന്ദർഭത്തിൽ മുൻകൂട്ടി സക്കാത്ത് വാങ്ങിവെച്ച സന്ദർഭം കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു വാങ്ങിയതായിട്ട് ഒരു സംഭവം കാണാം. അത് ഒരു തവണയേറ്റേ ഉണ്ടായിട്ടുള്ളൂ, വല്ലാതെ ഉണ്ടായിട്ടുള്ള കാര്യമല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റോ 2 വർഷത്തെ സക്കാത്ത് ആദ്യം തന്നെ വാങ്ങി വെച്ച ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വളരെ വിരളമായി ഒരു സംഭവത്തിൽ തെറ്റാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ എന്ന് കാണാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങൾ ഇവിടെ തീർന്നു. ഇനി സക്കാത്തുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട സക്കാത്തുൽ ഫിത്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വഫറള സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. വഅലാ മൻ യമൂനുഹു മിൻ സഗീരിൻ വകബീരിൻ, ചെറിയ കുട്ടിയാവട്ടെ വലിയ ആളാവട്ടെ എല്ലാവരുടെ മേലെയും നിർബന്ധമാക്കിയിട്ടുണ്ട്. സ്വാഅ മിൻ തംരിൻ, ഈത്തപ്പഴത്തിൽ നിന്ന് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5-3 കിലോൻ്റെ ഇടയിലായിക്കൊണ്ട്, ചില വണ്ടിമാർ 2.400, ചില 2.500, എന്തായാലും 3 കിലോൻ്റെ അടുത്തായിക്കൊണ്ടുള്ള ആ അളവാണ്. ഈത്തപ്പഴത്തിൽ നിന്ന്, ഷഈറിൻ ബാർലിയിൽ നിന്ന്, ഔ അഖിത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെണ്ണക്കട്ട അതുപോലെയുള്ള ചീസ് എന്തിൻ്റേത്, ഔ സബീബിൻ പറഞ്ഞാൽ ഉണക്കമുന്തിരി. വറുവിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സാഅൻ മിൻ ദഖീഖിൻ, അതുപോലെ തന്നെ ഒരു റിവായത്തിൽ പൊടികളിൽ നിന്ന്, ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ള മാവ് കുഴച്ചുണ്ടാക്കുന്ന പൊടികളിൽ നിന്നും ഒരു സാ എന്നും വന്നത് കാണാം. അതായത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉണക്കമുന്തിരി പോലെയുള്ള അല്ലെങ്കിൽ വെണ്ണക്കട്ട ചീസിൻ്റെ കട്ട പോലെയുള്ളതിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭക്ഷണ വസ്തുക്കളിൽ നിന്നാണ്
ഫിത്ർ സക്കാത്ത് നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത്. വറുവിയ അൻഹു നിസ്ഫു സാഇ മിൻ ബുർരിൻ, ഒരു റിവായത്തിൽ ഗോതമ്പിൽ നിന്നാണെങ്കിൽ അര സ്വാ മതി എന്നുള്ളത് വന്നിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. പക്ഷെ അത് ദഈഫായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു വകാന الساعي من هذه الاشياء ذكر ابو داود وفي الصحيحين ان معاويه هو الذي قوم ذلك. മുആവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മറ്റുള്ള ധാന്യങ്ങൾക്ക് ഒരു സാഇന് പകരമായി ഗോതമ്പിന്റെ വിഷയത്തിൽ അര സാ മതി എന്ന് നടപ്പിലാക്കിയിരുന്നതായി കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതിലൊക്കെ ഒരു സാ എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അല്ലാഹു അലം. وكان من هديه صلى الله عليه وسلم إخراجها قبل صلاة العيد. ഈ സകാത്തുൽ ഫിത്ർ നൽകേണ്ടത് ഈദ് നിസ്കാരത്തിൻ്റെ മുൻപാണ്. അഥവാ ഈദുൽ ഫിത്ർ റമളാൻ ശവ്വാൽ 1 റമളാൻ പൂർത്തീകരിച്ചിട്ടുള്ള ആ ഈദ് നിസ്കാരത്തിൻ്റെ മുൻപാണ് സകാത്തുൽ ഫിത്ർ നൽകേണ്ടത്. സകാത്തുൽ ഫിത്ർ നമുക്കറിയാം, നോമ്പുകാരന് വന്നിട്ടുള്ള ന്യൂനതകൾ ഒഴിവാക്കാനും മിസ്കീനുകൾക്ക് ഭക്ഷണമായി കൊണ്ടാണ് നൽകുന്നത്. വഫി സഹീഹൈൻ, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസകാത്തുൽ ഫിത്ർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ കൽപ്പിച്ചു. അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി നാസ് ഇല സ്വലാ, ജനങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് അത് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. വഫി സുനനി അൻഹു, മറ്റൊരു റിവായത്തിൽ മൻ അദ്ദാഹ ഖബ്ല സ്വലാ ഫഹിയ സകാത്തുൻ മഖ്ബൂലത്തുൻ, നിസ്കാരത്തിന് മുമ്പ് നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന സകാത്തുൽ ഫിത്റാണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാ, എന്നാൽ നിസ്കാരത്തിന് ശേഷമാണെങ്കിൽ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്, അത് സാധാരണയുള്ള ഒരു സദഖയിൽപ്പെട്ടത് മാത്രമാണ് എന്നും കാണാം. വമുഖ്തള ഹാദൈനിൽ ഹദീസൈൻ അന്നഹു ലാ യജൂസു തഖീറുഹാ അൻ സ്വലാത്തിൽ ഈദ്. ഈ ഹദീസുകളിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സകാത്തുൽ ഫിത്ർ ഈദ് നിസ്കാരം കഴിയുന്നതിലേക്ക് നീട്ടിവെക്കാൻ പാടില്ല. വന്നഹ തഫൂതു ഫിൽ ഫറാഗ് മിനസ് സ്വലാ, നിസ്കാരം പൂർത്തിയാവുന്നതോടുകൂടി സകാത്തുൽ ഫിത്റിൻ്റെ സമയം അവസാനിക്കുന്നു. വഹാദാ ഹുവസ് സവാബ്, അതാണ് ശരിയായ അഭിപ്രായം എന്നുള്ളത്. ഇപ്പോൾ ഈ സകാത്തുൽ ഫിത്റിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ട് ചില ചർച്ചകളുണ്ട്. അതിൽ മൂന്ന് തരത്തിലുള്ള സമയം അതിന് പറയുന്നത് കാണാം. ഒന്ന് വഖ്തുൽ ജവാസ്, നൽകൽ അനുവദനീയമായിട്ടുള്ള സമയം. അത് ഖബ്ല അൽ ഈദ് ബിയൗമിൻ ഔ യൗമൈൻ, ഈദിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നൽകാം. ഇപ്പോൾ ഒരാൾ റമളാനിൻ്റെ ആദ്യം സക്കാത്തുൽ ഫിത്ർ നൽകുക എന്നുള്ളത് എന്തല്ല, അത് സക്കാത്തുൽ ഫിത്ർ പെട്ടതല്ല. ഈദിൻ്റെ ദിവസത്തിൻ്റെ 1-2 ദിവസത്തിൻ്റെ മുമ്പ് വരെ അത് നൽകാം. കാരണം ശരിക്കും നൽകേണ്ടത് ശവ്വാൽ ആയതിനു ശേഷം നിസ്കാരത്തിൻ്റെ മുമ്പാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. പക്ഷേ ആ സമയത്ത് ഇതെല്ലാം നൽകാനും അതെല്ലാം വിതരണം ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് സഹാബികളിൽ തന്നെ ചിലർ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് വഖ്തുൽ ജവാസ്. രണ്ടാമത്തേത് വഖ്തുൽ വുജൂബ്, നിർബന്ധമായിട്ടും കൊടുത്തു തീർക്കേണ്ടത് ഹാദാ ഖബ്ല സ്വലാത്തിൽ ഈദ്, ഈദ് നിസ്കാരത്തിന് മുമ്പാണ് നിർബന്ധമായും കൊടുത്ത് തീർക്കേണ്ടത്. ഇനി വഖ്തു ഇജ്സാ, ഇനി ഒരാൾക്ക് ശരിയാകും എന്ന നിലക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം വെച്ചാൽ ഒരാൾ മറന്നുപോയി, അല്ലെങ്കിൽ ഒരാൾക്ക് അറിയില്ല ഇങ്ങനെ സക്കാത്തുൽ ഫിത്ർ ഉണ്ട് എന്ന് ഒരാൾക്ക് അറിയില്ല. അയാൾക്ക് അറിയുന്നത്, ഒരാൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചു, അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അയാൾ നിസ്കാരത്തിന് ശേഷമാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സക്കാത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾ മറന്നുപോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു എന്നാൽ അയാൾക്ക് ആ ഈദിൻ്റെ ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഈദിൻ്റെ ആ ദിവസത്തിൽ എന്ത് ചെയ്യാം, ആ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാം. അയാൾ അറിയാത്ത ഒരാളാണ്, അതിനെക്കുറിച്ച് അറിവില്ലാതെ പോയതാണ്, അയാൾ ജനങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് അറിയുന്നതെങ്കിൽ ആ ഈദിൻ്റെ ദിവസത്തിൽ കൊടുക്കാം. ഈദിൻ്റെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കൊടുക്കേണ്ടതില്ല. അത് കള ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുത്തില്ലല്ലോ അത് കൊടുക്കണമല്ലോ അങ്ങനെ നിലക്ക് കൊടുക്കേണ്ട ഒരാവശ്യവും അതിന് ഇല്ല. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ അതിൻ്റെ കാര്യം. അത് ഏറ്റവും നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. ഒരാൾ അതിനെക്കുറിച്ച് അറിയാത്ത ഒരാളാണ്, നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ്, ആ ഈദിൻ്റെ ദിവസത്തിനുള്ളിൽ അയാൾക്ക് കൊടുക്കാം. അതിന് ശേഷം പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കളായിട്ടും അല്ലാതെ ഒന്നും നിർവഹിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി സക്കാത്തുൽ ഫിത്റിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാണ്. വനദീറുഹു തർതീബുൽ ഉദ്ഹിയ്യത്തി അലാ സ്വലാത്തിൽ ഇമാം, ഈ സക്കാത്തുൽ ഫിത്ർ പോലെ തന്നെയാണ് ഇപ്പോൾ ദുൽഹിജയിലെ ഈദുൽ അദ്ഹയിൽ ഉദ്ഹിയ്യത്തിൻ്റെ വിഷയം, അതിനോട് പോലെയാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. അതായത് ഉദ്ഹിയ്യത്ത് എന്താണ്, നിസ്കാരം കഴിഞ്ഞിട്ടേ
അറുക്കാൻ പാടുള്ളൂ. നിസ്കാരത്തിന് മുമ്പ് അറുത്തിട്ട് എന്ത് കാര്യമില്ല, ഉദ്ഹിയത്താവില്ല. ലാ അലാ വഖ്തിഹ വഅന്ന മൻ ദബഹ ഖബ്ലഹ, നിസ്കാരത്തിന് മുമ്പ് ഒരാൾ ബലിപെരുന്നാളിന് അറവ് നടത്തിയാൽ ഫഹിയ ഷാത്തു ലഹ്മിൻ, അത് വെറുതെ ഒരു അറവാണ്, വെറും മാംസമാണ്. വകാന മിൻ ഹദിഹി, അപ്പോൾ അത് വെറുതെ ഒരു മാംസമാണ്. അപ്പോൾ അതിന് നിസ്കാരത്തിന് ശേഷം എന്ന് പറയുന്ന പോലെ സക്കാത്തുൽ ഫിത്ർ നിസ്കാരത്തിന് മുമ്പാണ്. വകാന മിൻ ഹദിഹി തഖ്സീസുൽ മസാകീൻ ബിഹാ. അപ്പോൾ ഈ സക്കാത്തുൽ ഫിത്റിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദരിദ്രർക്ക് നൽകിയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലം യകുൻ യഖ്സിമുഹാ അലൽ അസ്നാഫി തമാനിയ, സക്കാത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ 8 വിഭാഗം ആൾക്കാർ എന്നൊരു കണക്ക് എന്തിനില്ല, സക്കാത്തുൽ ഫിത്റിനില്ല. അത് ദരിദ്രർക്ക് പൊതുവായി നൽകുന്നു എന്ന് മാത്രം. വലാ ഫഅലഹു അഹദും മിൻ അസ്ഹാബിഹി വലാ മൻ ബഅദഹും, സക്കാത്തുൽ ഫിത്ർ ഈ 8 കൂട്ടം ആളുകൾക്ക് പ്രത്യേകമായി നൽകുന്നത് സഹാബികളോ അതിനുശേഷമുള്ള താബികളോ ആരും ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഇതിപ്പോൾ എന്തിനവിടെ പറയേണ്ട ആവശ്യം എന്ന് ചിലവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ പറയാറുള്ളത് പോലെ ഇതിൻ്റെ യഥാർത്ഥ കിതാബിൽ ഇതൊരു ചർച്ചയാണ്. അതായത് സക്കാത്തുൽ ഫിത്റിന് ഈ 8 വിഭാഗം ആളുകളാണോ അവകാശികൾ, അതല്ല ദരിദ്രർക്ക് മാത്രം കൊടുത്താൽ മതിയോ എന്നുള്ള ഉലമാക്കൾക്കിടയിലുള്ള ചർച്ചയുടെ റിസൾട്ട് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിൻ്റെ തെളിവുകളും അതിൻ്റെ ചർച്ചകളും അതങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞവരും ചെയ്യണ്ട എന്ന് പറഞ്ഞവരും ആ ചർച്ചയൊക്കെ ഇതിൻ്റെ യഥാർത്ഥ കിതാബിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. 8 കൂട്ടർക്ക് നൽകേണ്ടതില്ല, മിസ്കീനുകൾക്ക് പൊതുവായി നൽകിയിട്ടുള്ളതാണ്. വലാ ഫഅലഹു അഹദും മിൻ അസ്ഹാബിഹി വലാ മൻ ബഅദഹും, സഹാബികളിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും അങ്ങനെ ചെയ്തതായിട്ട് 8 കൂട്ടം ആളുകൾക്ക് പ്രത്യേകം ചെയ്തതായിട്ട് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, നിർബന്ധമായിട്ടുള്ള സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ എന്നീ കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു. അടുത്ത ഫസ്ലുൻ ഫി ഹദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സദഖത്തി തതവ്വു, തതവ്വു ആയിക്കൊണ്ട് ഐച്ഛികമായിക്കൊണ്ട് നൽകുന്ന സ്വതക്കയുമായി ബന്ധപ്പെട്ട്. അഥവാ നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കേട്ട് പരിചയം സക്കാത്തിന് സ്വതക്ക എന്നുള്ള പദം നമുക്ക് കുറവായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ പൊതുവേ പറയാറില്ല. സക്കാത്ത് ഒന്ന് സ്വതക്ക ഒന്ന് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ രണ്ടിനും പൊതുവേ പറയുന്ന പേരെന്താണ്, സ്വതക്ക എന്നുള്ളതാണ്. ഒന്ന് നിർബന്ധമായിട്ടുള്ള സ്വതക്ക, 2 തതവ്വു ആയിട്ടുള്ള സ്വതക്ക. നിർബന്ധമായ സ്വതക്കയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തതവ്വു ആയിട്ട് ഐച്ഛികമായിട്ട് നമ്മൾ കൊടുക്കുന്ന, ഇപ്പോൾ ഒരാൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, അയാൾക്ക് ദാനധർമ്മമായിട്ട് കണക്ക് നോക്കിയിട്ട് ഇത്ര ശതമാനം അങ്ങനെയൊന്നും കൊടുക്കാതെ അല്ലാതെ പൊതുവായിട്ട് കൊടുക്കുന്ന സ്വതക്ക, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. വകാന ഇദാ അലിമ മിനർ റജുലി അന്നഹു മിൻ അഹ്ലിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാണ് ഒരു വ്യക്തി സ്വതക്കക്ക് അവകാശിയാണ് അല്ലെങ്കിൽ അതിന് ആവശ്യക്കാരനാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അഅതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് സദഖ നൽകാറുണ്ടായിരുന്നു. സദഖ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ്. ഇപ്പോൾ ഈ ഫസ്ലിൽ തന്നെ അതിൻ്റെ മഹത്വം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടത്തെ പറ്റിയും ആ നേട്ടം ലഭിക്കാൻ ഉപകരിക്കുന്ന മറ്റു പല കാര്യങ്ങളെ പറ്റിയും ഈ ഒരു ഫസ്ലിൽ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളോട് ചോദിക്കുക അല്ലെങ്കിൽ യാചിക്കുക എന്നുള്ളത് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ്. ഒരാളോട് യാചിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഹദീസ് കാണാം, ലാ തസാലുൽ മസ്അലതു ബിഅഹദികും ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീ വജ്ഹി മുസ്അതു ലഹ്മിൻ, യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു മാംസവും ഇല്ലാത്ത അവസ്ഥയിലാണ് കണ്ടുമുട്ടുക എന്നുള്ളത്. അപ്പോൾ യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ ആളുകളിൽ എന്തുണ്ടാകും, അവിടെ ആവശ്യക്കാരുണ്ടാകും. പല ആളുകളും ദരിദ്രരായിട്ടുള്ളവരുണ്ടാകും, അവർ അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് വരുമാനമില്ലാത്തവരുണ്ടാകും, അല്ലെങ്കിൽ പല കാരണങ്ങൾ, രോഗം കാരണത്താലോ പല കാരണങ്ങളാൽ അധ്വാനിക്കാൻ പറ്റാത്തവരുണ്ടാകും. ദരിദ്ര സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോയി നൽകുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും അങ്ങനെയുള്ള അവകാശികളാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് നൽകാറുണ്ടായിരുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്ളമൻ നാസി സദഖതൻ ബിമാ മലകത് യദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കയ്യിൽ അധീനപ്പെടുത്തിയിട്ടുള്ള തൻ്റെ കയ്യിലുള്ള വസ്തുക്കളെ തൊട്ട് ഏറ്റവും സദഖ നൽകുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കില്ല കുറേ കൊടുത്ത ഒരാൾ, കുറേ കൊടുത്ത ആളുകൾ വേറെ ഉണ്ടാവും. പക്ഷേ അവരുടെ കയ്യിലുള്ളത് വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും ധാരാളം സ്വതക്ക കൊടുക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് 100 രൂപ ഉള്ള ഒരാൾ ഒരു 10-20 രൂപ സ്വതക്ക കൊടുത്ത് വിചാരിക്കുക, 50 രൂപ ഉള്ള ഒരാൾ 20 രൂപ സ്വതക്ക കൊടുത്ത് വിചാരിക്കുക,
അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, പിന്നെ 100 രൂപ ഉള്ള ആൾ 30 രൂപ സ്വതക്ക കൊടുത്തു, 30 രൂപ ഉള്ള ഒരാൾ 30 രൂപ മുഴുവൻ സ്വതക്ക കൊടുത്തു. ഇതിലിപ്പോൾ ഏതാ രണ്ടും നമുക്ക് കാണുമ്പോൾ എന്താ തോന്നുക? ഒരുപോലെയാണ് തോന്നുക. പക്ഷേ താരതമ്യം ചെയ്യുമ്പോഴോ ഒരാൾ അയാളുടെ മുഴുവൻ കൊടുത്തിരിക്കുകയാണ്, ഒരാൾ അയാളുടെ 30% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ നിലക്ക് തൻ്റെ കയ്യിലുള്ളത് ഏറ്റവും ധാരാളമായി നൽകിയിരുന്ന സ്വതക്ക നൽകിയിരുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ലാ യസ്തക്സിറു ശൈഅൻ അതാഹു ലില്ലാഹ് വലാ യസ്തഖില്ലുഹു. അള്ളാഹിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം അത് എത്ര മുന്തിയതാണ് എന്നോ എത്ര വില കുറഞ്ഞതാണ് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് നോക്കാറില്ല. അതായത് ഒരു നല്ല വില കൂടിയൊരു വസ്തു സ്വതക്ക കൊടുക്കുകയാണെങ്കിലും ഇനി കുറഞ്ഞൊരു വസ്തു കൊടുക്കുകയാണെങ്കിലും സ്വതക്ക കൊടുക്കുക എന്നുള്ളതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ചില ആളുകൾ വില കൂടിയ സാധനം കൊടുക്കുമ്പോൾ മനസ്സിലൊരു ബുദ്ധിമുട്ടോടു കൂടി കൊടുക്കും. അങ്ങനെയൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, സ്വതക്ക നൽകിയെന്നുള്ളൂ. എന്നാൽ വില കുറഞ്ഞ ആൾ ചില ആളുകൾക്ക് സ്വതക്ക കൊടുക്കുക അങ്ങനെ ഒരു മടി ഉണ്ടാവും. ഇതൊക്കെ ആർക്കും ആവശ്യം, ഇതൊക്കെ ആർക്ക് കൊടുത്തിട്ട് എന്തിനാ, ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, ഇത് എന്തിനാ കൊടുക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, എന്നിട്ട് കൊടുക്കാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക കൊടുക്കുമ്പോൾ കുറവാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകും. അപ്പോൾ ഒരു കാര്യത്തെ വില മുന്തിയതായതിൻ്റെ പേരിലോ വില കുറഞ്ഞതിൻ്റെ പേരിലോ സ്വതക്ക കൊടുക്കുന്നതിൽ ഒരു മടി കാണിക്കുന്ന ആളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് തരത്തിലാണെങ്കിലും അത് ആവശ്യക്കാർക്ക് ഉപകരിക്കട്ടെ എന്ന നിലക്ക് കൂടിയതാണെങ്കിലും കുറഞ്ഞതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊടുക്കുമായിരുന്നു. ഒന്നിനെയും സ്വതക്കയെ ഒരു വില കുറഞ്ഞ് കാണുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ. ഒരു ഈന്തപ്പഴത്തിൻ്റെ മുഴുവനില്ല, ഒരു പൊളി കൊണ്ടെങ്കിലും എന്ത് ചെയ്യുക, നരകത്തെ സൂക്ഷിക്കുക. അഥവാ അത് സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നരകത്തെ സൂക്ഷിക്കുക. അപ്പോൾ പല ആളുകൾക്കുള്ള ധാരണയാണ് 10-20 രൂപ ഉണ്ടാവുള്ളൂ, ഇത് കൊടുത്താൽ എന്താണ്, ഇതൊന്നും ആവില്ലല്ലോ. പക്ഷേ സ്വതക്ക നൽകിയോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ അവിടെ കാര്യം. അപ്പോൾ കുറേ ഉള്ളതും കുറച്ചുള്ളതും സ്വതക്ക നൽകിയോ ഉള്ളതെന്നുള്ളതാണ് അവിടെ കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൂടുതലാണോ കുറവാണോ അങ്ങനെയൊന്നും നോക്കാറില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുണ്ട്. വകാന ലാ യസ്അലുഹു അഹദുൻ ഷൈഅൻ ഇൻദഹു ഇല്ലാ അഅതാഹു. ഒരാളുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ അത് നൽകാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഖലീലൻ കാന ഔ കസീറൻ, അത് കുറച്ചാണെങ്കിലും കുറേ ഉള്ളതാണെങ്കിലും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ചുള്ളെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കും, കുറേ ആണെങ്കിലും കൊടുക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് കണ്ടിട്ട് ഇപ്പോൾ 100 ഒട്ടകങ്ങളെ ചോദിച്ചു 100 ഒട്ടകം കൊടുക്കും, പിന്നെ 100 ആട് ചോദിച്ചു ആട് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു ഗ്രാമീണൻ ഇസ്ലാം സ്വീകരിച്ച് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട്
ഒരു ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാരാളം നൽകുന്നത് കണ്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച് ഒന്ന് ചോദിച്ചിട്ട് കുറേ കാര്യങ്ങൾ കിട്ടി. എന്നിട്ട് ഗ്രാമത്തിൽ പോയിട്ട് ഒരു മുസ്ലിങ്ങളല്ല അവിടെ പോയിട്ട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളി, മുഹമ്മദ് അതാ ദാരിദ്ര്യം പേടിക്കാത്തൊരു നൽകുന്നത് പോലെ നൽകുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിച്ചൊക്കെ അവിടെ പോയാൽ കിട്ടും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളി എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നൽകുമായിരുന്നു, അത് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നൽകുമായിരുന്നു. വകാന സുറൂറുഹു വഫർഹുഹു ബിമാ യുഅതീഹി അഅളമ മിൻ സുറൂരിൽ ആഖിദ് ബിമാ അഖദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് ലഭിക്കുന്ന ആൾക്കുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലുതായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് എന്താണ്, സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കിട്ടുന്നവനുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷമായിരുന്നു നൽകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സ്വതക്കയുടെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ നൽകുന്നത്, ഇപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു കിതാബിൽ പറഞ്ഞ പോലെ, അവൻ നൽകുന്നത് ആരുടെ കയ്യിലാണ് വെക്കുന്നത്, അതിനു മുമ്പേ അള്ളാഹുവിൻ്റെ കയ്യിലാണത് എത്തുന്നത് എന്ന് മനസ്സിലാക്കിയുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എന്താണ്. അപ്പം അറിയാം, ഇവിടെ നമ്മൾ എന്ത് ചെലവഴിച്ചാലും അത് നാളെ പരലോകത്തേക്കുള്ള ഒരു ഡെപ്പോസിറ്റാണ്, ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു സേവിങ്സ് ആണ് എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളെ സന്തോഷത്തിലായിരിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാങ്ങുന്ന ആളേക്കാൾ സന്തോഷമാണ് നൽകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവാറുള്ളത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറദ ലഹു മുഹ്താജുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഏതെങ്കിലും ഒരു ആവശ്യക്കാരൻ എത്തിയാൽ ആസറഹു അലാ നഫ്സിഹി, സ്വന്തത്തിനേക്കാൾ അയാൾക്ക് പ്രാധാന്യം കൊടുക്കും. താറത്തൻ ബി തആമിഹി വതാറത്തൻ ബി ലിബാസിഹി, അത് ഭക്ഷണമായിട്ടാണെങ്കിലും വസ്ത്രമായിട്ടാണെങ്കിലും. അതായത് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളത് എന്താണോ അത് സ്വന്തത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതിനെ സ്വന്തത്തിൻ്റെ ആ താല്പര്യത്തിനേക്കാൾ വന്ന ആൾക്ക് വേണ്ടി അത് നൽകുമായിരുന്നു എന്ന് പറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടുപഠിച്ച സ്വഹാബികളുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. ഇപ്പോൾ ഖുർആനിൽ തന്നെ സ്വഹാബികളെ പറ്റി അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവരേറ്റവും ആവശ്യക്കാരായിട്ട് കൂടിയും അവരെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു സ്വഹാബികൾ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചതാണ്. ഇപ്പോൾ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾ വന്നു, ഭാര്യമാരുടെ അടുത്ത് ഒന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ ചോദിച്ചു, ആരാണ് ഇവരെ ഒന്ന് സ്വീകരിക്കുക? അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ കൊണ്ടുപോകാൻ. എന്നിട്ട് സ്വന്തം മകനുണ്ടായിരുന്ന ഭക്ഷണം മകനെ ഉറക്കി കിടത്തിയിട്ട് കൊടുക്കുകയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വിരിപ്പും പുതപ്പും ഇവർക്ക് കൊടുക്കുകയാണ്, അതിഥിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ കാണാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലൊരു സംഭവം കാണാം ചരിത്രത്തിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മത്സ്യം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അതിന് ജോലിക്കാരോട് പറഞ്ഞിട്ട് ആ മത്സ്യം കൊണ്ടുവന്ന് ആ മത്സ്യം നല്ല രീതിയിൽ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ സമയത്താണ് വീടിന് മുമ്പിലായിട്ട് ഒരു ആവശ്യക്കാരൻ എന്തെങ്കിലും ഭക്ഷണം ചോദിച്ച ഒരാൾ വന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് മുഴുവനായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. ആ മത്സ്യം അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ജോലിക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് അതിന് കുറച്ച് ടേസ്റ്റ് നോക്കിക്കൂടെ, നിങ്ങൾക്ക് ഇഷ്ടം, അത് വേണ്ട, അത് മുഴുവനായിട്ട് കൊടുക്കാൻ പറഞ്ഞ സംഭവം കാണാം. അതായത് ആവശ്യക്കാർ വരുമ്പോൾ തന്നേക്കാൾ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുക്കുമായിരുന്നു. അത് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട്, വസ്ത്രം ചോദിച്ചിട്ടാണെങ്കിൽ വസ്ത്രം കൊടുത്തിട്ട്, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതനവ്വഉ ഫി അസ്നാഫി ഇഅ്താഇഹി വസദഖതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവർക്ക് നൽകാറുള്ള രീതികൾ വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ സ്വതക്ക എന്നുള്ളതിൻ്റെ ആകെ കോമൺ ഉദ്ദേശം എന്താണ്? നമ്മുടേതായിട്ടുള്ള ഒന്ന് വേറൊരാൾക്ക് നമ്മൾ നൽകുന്നു എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകാറുള്ള വ്യത്യസ്ത രീതിയിലാണ്. ഫതാറത്തൻ ബിൽ ഹദിയ, ഹദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സമ്മാനമായിട്ട് അങ്ങനെ നൽകാറുണ്ട്. വതാറത്തൻ ബിസ് സദഖ, ഒരു ദാനധർമ്മം എന്ന നിലക്ക് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. വതാറത്തൻ ബിൽ ഹിബ, ഹിബ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നുള്ള ആശയത്തിൽ തന്നെ ആ രീതിയിൽ ഒരു അത്വയ്യ, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമായിട്ട് അങ്ങനെ നൽകാറുണ്ട്. വതാറത്തൻ ബിഷിറാ ഇഷൈ, ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിൽക്കാൻ വെച്ച എന്തെങ്കിലും ഒരു സാധനം വാങ്ങും. സുമ്മ യുഅതി അൽ ബാഇ അസ്സിൽഅത വസ്സമൻ, എന്നിട്ട് അതിൻ്റെ പണം കൊടുക്കും. ഇപ്പോൾ ഒരാൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം വാങ്ങും. ഇപ്പോൾ ഒരു ഒട്ടകത്തെ അങ്ങനെയൊക്കെ വാങ്ങിയ സംഭവം കാണാം. അത് വാങ്ങും, അതിൻ്റെ പണം കൊടുക്കും, എന്നിട്ട് ഒട്ടകത്തിന് തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കും. എന്താണോ ചരക്ക് അത് തന്നെ തിരിച്ചു കൊടുക്കും, വാങ്ങുകയും ചെയ്യും, എന്നിട്ട് അത് അയാൾക്ക് തിരിച്ച് അതുപോലെ നൽകുന്ന അവസ്ഥ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ചില ഹദീസുകൾ, ചില സംഭവങ്ങൾ കാണാം. ഒരു ഒട്ടകത്തെ വാങ്ങിക്കൊടുത്ത സംഭവം കാണാം. അതുപോലെ വതാറത്തൻ യഖ്തരിദു ശൈഅ,
ഇനി ചില സമയത്ത് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളിൽ നിന്ന് കടം വാങ്ങിയ സംഭവം കാണാം. ഒരു ചരിത്രത്തിലൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങിയിട്ടുള്ള ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് കടം ചോദിച്ചു. അതായത് കൊടുക്കുന്നതിൽ എന്തോ ഒരു മറവിയോ എന്തോ ഒരു വൈക്കലുണ്ടായി. അവർ അയാൾ കുറച്ച് എന്തോ ഇങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ സഹാബികൾക്ക് ഭയങ്കര ഇഷ്ടമായില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവന് പറയാനുള്ള ഹക്കുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമൊക്കെ കാണാം. അപ്പോൾ കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഫയറുദ്ദു അക്സറ മിൻഹു, കൂടുതലായി കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളിൽ നിന്ന് കടം വാങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കൂടുതലായിട്ട് അധികമായി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കടം കൊടുത്തിട്ട് തിരിച്ച് ഇന്നത് വേണമെന്ന് കരാറ് വെച്ച് വാങ്ങുന്നതിനാണ് പലിശ എന്ന് പറയുക. പക്ഷേ ആ കടം വാങ്ങിയ ആൾ തിരിച്ച് അധികമായിട്ട് ഒന്നുകിൽ പണമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുവായിട്ടോ ഒക്കെ കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാറുണ്ടായിരുന്നു. വകാന യഖ്ബലുൽ ഹദിയ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങോട്ട് ആരെങ്കിലും ഹദിയ നൽകിയാൽ അത് സ്വീകരിക്കുകയും വയുകാഫിഉ അലൈഹ ബിഅക്സറ മിൻഹ, എന്നിട്ട് പകരം അതിനെപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കും. അത് കൊടുക്കുമ്പോൾ തന്നതിനേക്കാൾ ഒന്നുകൂടി കൂടുതലായിട്ടുള്ളൊരു കാര്യം കൊടുക്കുക. ഈ ഹദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണം. കാരണം അയാളുടെ സന്തോഷത്തിന് തരുന്നതാണ്. അത് സ്വീകരിക്കാതിരിക്കാൻ പാടില്ല, അത് സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് അയാൾ ഇങ്ങനെ തന്നു, അപ്പോൾ നമുക്ക് എന്തോ വേണ്ടിയിരുന്നില്ല എന്നുള്ള നിലക്ക് തോന്നുകയാണെങ്കിൽ അതിനേക്കാൾ നല്ല എന്തെങ്കിലും സാധനം നമുക്ക് തിരിച്ചു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്യാറ്. ഹദിയ സ്വീകരിക്കാതിരിക്കാറില്ല, സ്വീകരിക്കും. തിരിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാൾ ഉത്തമമായതോ കൂടുതലായിട്ടോ ഒക്കെ തിരിച്ചു നൽകും. തലത്തുഫൻ വ തനവ്വുഅൻ ഫി ദുറൂബിൽ ഇഹ്സാൻ ബികുല്ലി മുംകിനിൻ, ഏത് രീതിയിലും ഒരു കാരുണ്യമായിട്ടൊരു നന്മയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാകുന്ന രീതിയിലെല്ലാം ഇഹ്സാൻ ചെയ്യുമായിരുന്നു. വകാന ഇഹ്സാനുഹു ബിമാ യംലികുഹു വബിഹാലിഹി വബിഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇഹ്സാൻ അത് അവിടുത്തെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സ്വഭാവം കൊണ്ടും ഒക്കെ ചെയ്യുമായിരുന്നു. ഫയുഖ്രിജു മാ ഇൻദഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലുള്ളതൊക്കെ ഇതുപോലെ നൽകുമായിരുന്നു. വയഅ്മുറു ബിസ്സദഖത്തി, മറ്റുള്ളവരോട് സദഖ നൽകാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. വയഹുദ്ദു അലൈഹ, അതിന് പ്രത്യേകം കൽപ്പിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യാറുണ്ട്. ഫഇദാ റആഹുൽ ബഖീലു, ഒരു പിശുക്കനെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നുവെങ്കിൽ, കാണുകയാണെങ്കിൽ, ദആഹു ഹാലുഹു ഇലൽ ബദ്ൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികൾ കണ്ട് സ്വഭാവവും പെരുമാറ്റവും കണ്ട് അവൻ ചെലവഴിക്കാൻ തുടങ്ങും. വകാന മൻ ഖാലതഹു ലാ യംലികു നഫ്സഹു മിനസ് സമാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടപഴകിയ ഒരാൾക്ക് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച കാണിക്കാത്ത ഒരാളായിട്ട് മാറാൻ പറ്റൂല. വിട്ടുവീഴ്ച കാണിക്കുന്ന, വിശാലത കാണിക്കുന്ന ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇടപഴകുന്ന ഒരാൾ മാറുമായിരുന്നു എന്ന് പറയാണ്. അതാണ് നമ്മൾ നല്ല ആളുകളായിട്ട് കൂട്ടുകൂടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാറ്റം അതായിരിക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും ഇഹ്സാനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ആളുകളിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ നല്ല ആളുകളായിട്ട് കൂട്ടുകൂടുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഇതുപോലെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. മോശപ്പെട്ട ആളുകളായിട്ട് കൂട്ടുകൂടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഞെരുക്കാണ്ടാവുക. അപ്പോൾ ആ ഒരു വിട്ടുവീഴ്ചയും വിശാലതയും എല്ലാം ഇപ്പോൾ പിശുക്കനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ പോലും ചെലവഴിക്കാൻ വേണ്ടി തോന്നിപ്പോകുന്നത്, അത്രയും ഔദാര്യം കാണിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിദാലിക കാന സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഹൽ ഖൽഖി സദ്റൻ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും സൃഷ്ടികളിൽ ഏറ്റവും ഹൃദയവിശാലതയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയവിശാലത ഇല്ലാത്ത ആളുകൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റൂല. സ്വതക്ക നൽകുക എന്നുള്ളത് ഹൃദയവിശാലതക്കുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഇനി അതാ പറയുന്നത്. ഇനി ഇതിലുള്ള ഈ ഒരു ഫസ്ലിൽ ഇനി പറയുന്ന വിഷയങ്ങൾ അസ്ബാബ് ഇൻഷിറാഹി സദ്റാണ്, ഖൽബിൻ്റെ വിശാലതയ്ക്കുള്ള കാരണങ്ങളാണ്. അത് ഏറ്റവും വലുത് സ്വതക്കയാണ്. നമുക്ക് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തു പോയിട്ട് കൽബിൽ ഞെരുക്കാൻ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കൽബിൽ ഞെരുക്കാൻ അനുഭവിക്കുകയാണ്, സ്വതക്ക കൊടുത്തു നോക്കി. ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുക്കുമ്പോൾ കൽബിൽ അതിൻ്റെ മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വിശാലമായ ഹൃദയമുള്ളവനും വഅത്യബഹും നഫ്സൻ, ഏറ്റവും വിശിഷ്ടമായ മനസ്സുള്ളവനുമാണ്. ഫഇന്ന ലിസ്സദഖതി വൽ മഅറൂഫി തഅ്സീറൻ അജീബൻ ഫി ശർഹി സദ്ർ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, സദഖക്ക് അതുപോലെ തന്നെ നന്മ ചെയ്യുക എന്നതിന് അത്ഭുതകരമായിട്ടുള്ള മാറ്റമുണ്ട് ഹൃദയത്തിൻ്റെ വിശാലതയിൽ. കൽബിൻ്റെ വിശാലതയിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സദഖ ഉണ്ടാക്കും. فانضاف ذلك إلى ما خصه الله به من شرح صدره بالرسالة وخصائصها وتوابعها. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ റിസാലത്ത് കൊണ്ടും ദീൻ കൊണ്ടും പ്രത്യേകമായിട്ട്